ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫിംഗർ ഫുഡ് ഫാക്ടറി. ഞാൻ തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ബാലരാമപുരം നെയ്യാറ്റിൻകര ഭാഗത്ത് റൂട്ട് പോകാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അത് വേറൊന്നും കൊണ്ടല്ല, അങ്ങോട്ട് റൂട്ട് പോകുമ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്നത് ബാലരാമപുരത്ത് നിന്ന് വിഴിഞ്ഞം പോകുമ്പോൾ കട്ടച്ചാങ്കുഴി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ഒരു കൃഷ്ണ ഹോട്ടലുണ്ട്. ഒരു ചെറിയ ഹോട്ടലാണ്. അവിടെ ഉച്ചയ്ക്ക് ചെന്ന് കഴിഞ്ഞാൽ നല്ല ചൂട് പുട്ട്, ചെണ്ടമുറിയൻ കപ്പ, അതിൻ്റെ കൂടെ ഒരു അടിപൊളി ചിക്കൻ പെരട്ട് കിട്ടും. നാടൻ കോഴിയുടെ ചിക്കൻ പെരട്ട്. ഇപ്പോൾ കൃഷ്ണ ഹോട്ടൽ ഒരു പുതിയ ബിൽഡിങ്ങിലേക്ക് മാറി. തൊട്ട് സൈഡിലുള്ള ഒരു പുതിയ ബിൽഡിംഗ്. പണ്ടത്തെ ഹോട്ടലിൽ ബെഞ്ചും ഡെസ്കും ആയിരുന്നു. അവിടെ ഉച്ചയ്ക്ക് ചെല്ലുമ്പം ആ ബെഞ്ചൊക്കെ ഫുള്ളായിരിക്കും. ഓരോ ബെഞ്ചിലും പല കമ്പനികളുടെയും മാനേജേഴ്സും എക്സിക്യൂട്ടീവ്സും ഒക്കെ ഓരോ എല്ലും കടിച്ചു പിടിച്ച് അവിടെ ഇരിപ്പുണ്ടാവും. നമ്മളെ കണ്ടാൽ പിന്നെ പരിചയം പുതുക്കലായി. കഴിഞ്ഞ മാസം ടാർജറ്റ് അടിച്ചവർ അതിൻ്റെ സന്തോഷം പങ്കുവയ്ക്കലായി. ടാർജറ്റ് അടിക്കാൻ പറ്റാത്തവർ അതിനെ കാരണം അക്ക ഇട്ട് നിരത്തലായി. അങ്ങനെ ഓരോന്നും പറഞ്ഞ് ഈ ചിക്കൻ പെരട്ട് നോക്കിയിരിക്കും. ഞാനീ പറഞ്ഞ കഥയിലെ നായകനായ ചിക്കൻ പെരട്ടാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ. ഈ വീഡിയോ നിങ്ങളെല്ലാവരും മുഴുവനായിട്ട് കണ്ടിട്ട് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. കട്ടച്ചാൽക്കുഴി ചിക്കൻ പെരട്ട് ഉണ്ടാക്കുമ്പോൾ 3 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്നാമത്തെ, അത് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഇരുമ്പ് ചീനച്ചട്ടിയാണ്. രണ്ടാമത്തെ, അതിലുപയോഗിക്കുന്ന ഇലകളാണ് വേപ്പില, പുതിനയില, പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട റമ്പയില. ഈ 3 ഇലകളും എന്തായാലും അതിനകത്ത് ഉണ്ടായിരിക്കണം. മൂന്നാമതായിട്ട് അതിനകത്ത് ഉപയോഗിക്കുന്ന ഇറച്ചിയാണ്. കട്ടച്ചാൽക്കുഴി ചിക്കൻ പെരട്ട് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തൊലിയോട് കൂടിയുള്ള നാടൻ കോഴിയായിരിക്കണം. അത് തന്നെ ഒരു ചില്ലി ചിക്കൻ കട്ടായിരിക്കണം എടുക്കേണ്ടത്. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മീഡിയം കട്ടാണ്. അത് ഞാൻ ചില്ലി ചിക്കൻ കട്ടായിട്ട് മുറിച്ചതിന് ശേഷമായിരിക്കും ഉപയോഗിക്കുക. ഞാനിപ്പോൾ പറഞ്ഞ ഇലകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇലയാണ് റമ്പയില അല്ലെങ്കിൽ ബിരിയാണി ഇല. ഇതിന് പാണ്ടൻ ഇല എന്നും പറയും. തിരുവനന്തപുരത്തുള്ള ആരെയും ഈ ഇലയെക്കുറിച്ച് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഒരുമാതിരിയുള്ള ബിരിയാണിയിലും ഇറച്ചിക്കറിയിലൊക്കെ ഈ ഇല ഉണ്ടാവും. നേരെ മറിച്ച് നിങ്ങൾ തിരുവനന്തപുരത്തുള്ള ഒരാളല്ലെങ്കിൽ നിങ്ങൾ ഈ ഇലയെക്കുറിച്ച് കേട്ടിട്ട് പോലും ഉണ്ടാകില്ല. ഞാൻ പണ്ട് തിരുവനന്തപുരത്ത് പല ഹോട്ടലിലും ബിരിയാണി കഴിക്കുമ്പം അവിടെ എന്തോ സ്പ്രിംഗ് ഒനിയൻ പോലെ കുറച്ച് ഇലകൾ ഈ ബിരിയാണി കിടക്കുന്ന കണ്ട് ചോദിച്ചപ്പോഴാണ് ഞാൻ ഈ ഇലയെക്കുറിച്ച് അറിയുന്നത്. തിരുവനന്തപുരത്തിന് പുറത്താണെങ്കിൽ പച്ചക്കറി കടകളിൽ ഒന്നും ഈ ഇല കിട്ടിയല്ല. ഞാൻ ഓൺലൈനിൽ പാണ്ടൻ ലീവ്സ് സെർച്ച് ചെയ്തിട്ടാണ് ഞാൻ ഈ ഇല മേടിച്ചത്. ചെടിയായിട്ടാണ് ഞാൻ മേടിച്ചത്. ചെടി വീട്ടിൽ എത്തിയപ്പം ഈ ഇലയുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഏതോ ഒരു ചെടിയാണ് അവർ അയച്ചു തന്നിരിക്കുന്നത്. പിന്നെ ഞാൻ വീടിന് മുമ്പിലുള്ള നഴ്സറിയിൽ ചെന്ന് ചോദിച്ചപ്പം അവിടെ സംഭവമുണ്ട്. 190 രൂപയ്ക്ക് ഓൺലൈനിൽ മേടിച്ച സാധനം ഞാൻ 60 രൂപയ്ക്കാണ് നഴ്സറിയിൽ നിന്ന് മേടിച്ചത്. റമ്പയില ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ ഒരു കെട്ട് കെട്ടിയിട്ടാണ് നമ്മൾ കറികളിലിടുന്നത്. 1-2 കെട്ട് കെട്ടിയിട്ടാണ് നമ്മൾ കറികളിലിടുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ റമ്പയിലേക്ക് പുതിനയിലയോ മല്ലിയിലയോ പോലെ ഒരു മണം ഉണ്ടാകത്തില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കരുത്, അയ്യോ ഞാൻ ഈ പറഞ്ഞ ഇലയല്ലല്ലോ ഇതൊന്നും വിചാരിക്കേണ്ട. റമ്പയില ചൂടായി കഴിയുമ്പോൾ ഇതിൻ്റെ ഫ്ലേവറും അതുപോലെ തന്നെ മണവും എല്ലാം കറികളിൽ ഉണ്ടാവും. ചിക്കൻ ആദ്യം മാരിനേറ്റ് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് 1 കിലോ തൊലിയോട് കൂടിയ നാടൻ കോഴി ചെറിയ പീസായിട്ട് മുറിച്ചിട്ടെടുക്കുക. അതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. പിന്നെ ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ഇടുക. മല്ലിപ്പൊടി ഒരു 1 ടീസ്പൂൺ ഇടണം. കൂടാതെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാൻ സ്പൂൺ കൊണ്ടാണ് മിക്സ് ചെയ്യുന്നത്. കൈ കൊണ്ടാണ് മിക്സ് ചെയ്യുന്നതെങ്കിൽ വളരെ നല്ലതായിരിക്കും. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഏകദേശം 1 മണിക്കൂറെങ്കിലും അത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇനി ഇരുമ്പിൻ്റെ ഒരു ചീനച്ചട്ടി എടുക്കുക. അത് ചൂടായി കഴിയുമ്പം അതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ റെസിപ്പിയിൽ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പം ഒരു 1.5 ടീസ്പൂൺ കടുക് ഇടുക. കടുക് ഏകദേശം പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് റമ്പയില ഇടുക. ഒരു പിടി പുതിനയില ഇടുക. ഇലയും കൂടി ഇടുക. ഇതെല്ലാം ഒന്ന് മൊരിഞ്ഞു കഴിയുമ്പം ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണം. എന്നിട്ട് കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ ഇടണം.
പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടണം. ഈ എണ്ണയിലോട്ട് തന്നെ 1 ടീസ്പൂൺ ഉപ്പ് ഇടണം. ഉപ്പൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കണം. ചിക്കൻ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി ഒരു അടപ്പ് കൊണ്ട് അടച്ച് വയ്ക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് വേവിക്കുക. പത്ത് മിനിറ്റ് കഴിയുമ്പോൾ അടപ്പ് തുറന്ന് ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒരു 15 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. അടപ്പ് തുറന്ന് ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒരു 15 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. നാടൻ കോഴി ആയതുകൊണ്ട് ഏകദേശം ഒരു 45 മിനിറ്റ് കുക്കിംഗ് ടൈം ഉണ്ടാവും. എനിക്കിത് ഏകദേശം 45 മിനിറ്റ് തന്നെ എടുത്തു. ചിക്കൻ്റെ വേവ് ആകുവാണെങ്കിൽ ഈവൻ ഒരു 35-40 മിനിറ്റിലും നിങ്ങൾക്ക് എടുക്കാം. വേറൊരു പാനിൽ വെളിച്ചെണ്ണ ഒരു 2 ടേബിൾ സ്പൂൺ ചൂടാക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് ആഡ് ചെയ്ത ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. ഇനി നമ്മൾ അടപ്പ് തുറന്ന് ഈ പാനിലുള്ള വെളിച്ചെണ്ണ ചട്ടിയിലേക്ക് ചേർക്കണം. ഇനി ചിക്കൻ തുറന്നു വെച്ചിട്ട് തന്നെയാണ് നമുക്ക് വേവിക്കേണ്ടത്. നന്നായിട്ടൊന്ന് ചിക്കൻ വരട്ടിയെടുക്കുക. ചിക്കൻ ഇപ്പോൾ നന്നായിട്ട് വഴണ്ട് കളറൊക്കെ ശരിയായി വന്നിട്ടുണ്ട്. അങ്ങനെ കട്ടച്ചാക്കുഴി നാടൻ ചിക്കൻ പെരട്ട് റെഡിയായി. ഈ റെസിപ്പിയിൽ ഇഞ്ചി, വെളുത്തുള്ളി, സവോള മുതലായവ ഇല്ലാത്തതുകൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്.